കഥ ആരംഭിക്കുന്നത് നക്സിറ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സിറ എന്നായിരുന്നു ഏവരും അവളെ വിളിച്ചിരുന്നത്. ഏറെ കുത്തൊഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു സിറയുടേത്. രാത്രി വൈകി നൈറ്റ് ക്ലബിലും മറ്റും തൻ്റെ കൂട്ടുകാരി നിക്കിക്കൊപ്പം അവൾ ചിലവഴിച്ചു. അന്നും പതിവ് പോലെ ആ ഒരു ദിവസം അവൾ നൈറ്റ് ക്ലബിലായിരുന്നു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ലഹരിയിൽ ആളുകൾ അവളോട് അടുക്കുവാനും മറ്റു പല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും തുടങ്ങിയപ്പോൾ അവരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് പോയി. എന്തെന്നില്ലാത്ത വല്ലാത്തൊരു മാനസിക ദുഃഖം അവളെ പിടികൂടുവാൻ ആരംഭിച്ചിരുന്നു. പെട്ടെന്ന് അവൾ മരണപ്പെട്ടു പോയ തൻ്റെ അച്ഛനെ കുറിച്ച് ഓർത്തു. അവളിലേക്ക് വല്ലാത്തൊരു ദുഃഖം ആഴ്ന്നിറങ്ങി. തന്നോട് തന്നെ അവൾക്ക് വെറുപ്പും അനുഭവപ്പെട്ടു. തൻ്റെ മുന്നിലെ കണ്ണാടിച്ചില്ലെ അവൾ ഉടച്ചു വീഴ്ത്തി. അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് തൻ്റെ കൈ മുറിച്ച് പൂർണ്ണമായി ദുഃഖത്തിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. കണ്ണു തുറന്നപ്പോൾ സിറ ആശുപത്രിയിലാണ്. തൊട്ടടുത്ത് അവളുടെ സഹോദരി ബെല്ല വന്നിരിക്കുന്നു. സിറയുടെ ആ പ്രവൃത്തിയിൽ ബെല്ലയ്ക്ക് അവളോട് വലിയ ദേഷ്യമായിരുന്നു തോന്നിയത്. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ എന്തുണ്ടായിട്ടാ തോന്നുന്ന പോലെ ഓരോ കാര്യത്തിനും ഓരോന്നും ചെയ്യുക. ചോദിച്ചാൽ പറയും മാനസിക സമ്മർദ്ദവും ബുദ്ധിമുട്ടാണത്രേ. മറ്റുള്ളവർക്കാർക്കും ഒന്നുമില്ലാത്ത പോലെ എന്തു വന്നാലും അതിനെയൊക്കെ പ്രതിരോധിക്കുകയല്ലേ വേണ്ടത്. ബെല്ലയുടെ വാക്കുകളിലും സിറയുടെ പ്രവൃത്തികളോടുള്ള ദേഷ്യം വ്യക്തമായിരുന്നു. ബെല്ല തികഞ്ഞ ഒരു മതവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ സിറയുടെ പ്രവൃത്തികളിലും സിറയുടെ കുത്തഴിഞ്ഞ ജീവിതത്തോടും ബെല്ലയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. സിറ അന്ന് ബെല്ലയോട് ക്ഷമ ചോദിച്ചു. വൈകാതെ സിറ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. ബെല്ലയും ബെല്ലയുടെ ഭർത്താവും കൂടി സിറയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബെല്ലയുടെയും സിറയുടെയും അമ്മ സിറയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കടുത്ത് സിറ ആത്മഹത്യ ചെയ്യാൻ നോക്കിയതാണെന്ന് ബെല്ല അറിയിച്ചിരുന്നില്ല. ആരോ സിറയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചെന്നും അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണെന്നും മാത്രമാണ് അറിയിച്ചിരുന്നത്. താൻ ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യം ഉമ്മ അറിയരുതെന്ന് സിറയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബെല്ല പറഞ്ഞ കള്ളം സിറയും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിരുന്നു. അന്ന് തന്നെ മുറിയിലേക്ക് എത്തി സിറ തൻ്റെ ജീവിതത്തിൻ്റെ പഴയ കാലത്തെപ്പറ്റി ഓർത്തു. ആ ഒരു നിമിഷം തൻ്റെ ബാപ്പയ്ക്കൊപ്പം ചെലവഴിച്ച സമയത്ത് ബാപ്പ പറഞ്ഞ കുറച്ച് വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഒരു പെൺകുട്ടി ജീവിക്കുന്ന കാലയളവിൽ അവൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത്, അവൾ കാത്തു സൂക്ഷിക്കേണ്ടത് അവളുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയാണ്. അത്തരത്തിൽ നല്ലൊരു മകളായി ഒരു പെൺകുട്ടി വളർന്നു വന്നാൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും നേരെ സ്വർഗത്തിലേക്ക് വഴി നടത്തപ്പെടും എന്ന ബാപ്പയുടെ വാക്കുകൾ സിറയുടെ മനസ്സിലേക്ക് ആ ഒരു നിമിഷത്തിൽ ആഴത്തിൽ പതിയുന്നതായിരുന്നു. തൻ്റെ പഴയ കാലം പതിയെയാണെങ്കിലും അവൾ വെറുത്തു തുടങ്ങിയിരുന്നു. ഭിത്തിയിൽ തൂക്കിയിരുന്ന തെറ്റിൻ്റെ പാതയിലേക്ക് തൻ്റെ കൂട്ടിക്കൊണ്ടുപോയിരുന്ന നിക്കിയെയും കൂട്ടുകാരികളുടെയും ചിത്രങ്ങൾ അവൾ നീക്കം ചെയ്തു. സ്വയം തിരുത്തി ജീവിക്കാനുള്ള, നല്ലൊരു വിശ്വാസിയാകാനുള്ള ജീവിതത്തിൻ്റെ നല്ല പാതയിലേക്ക് അവൾ തിരിയുവാൻ തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം കുടുംബത്തിലുള്ളവർ പ്രഭാത ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ അങ്ങോട്ടേക്ക് സിറ കടന്നു വന്നു. സിറയുടെ രൂപം കണ്ട് സിറയുടെ ഉമ്മ അത്രമേൽ അതിശയിച്ചു പോയിരുന്നു. വർഷങ്ങൾക്കപ്പുറം സിറ അന്ന് ഹിജാബ് ധരിച്ചിരുന്നു. ഉമ്മ അവളെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ബെല്ല പക്ഷെ അപ്പോഴും സിറയെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സിറയുടെ കോപ്രായങ്ങളിൽ ഒന്ന് മാത്രമായിരിക്കും ഇതെന്ന മട്ടിലായിരുന്നു ബെല്ല ഇരുന്നത്. സിറ ഭക്ഷണ ടേബിളിൽ വന്നപ്പോൾ ബെല്ല അത് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ സിറ ബെല്ലയോട് പറഞ്ഞു, ഞാനിത് വെറുതെ അങ്ങ് ധരിച്ചതല്ല. തനിക്ക് തെറ്റുകൾ തിരുത്തി വിശ്വാസത്തിൻ്റെ പാതയിലേക്ക്, നല്ലൊരു വ്യക്തിയാകാനുള്ള ജീവിത പാതയിലേക്ക് തിരികെ വരണം. എന്നെ അതിന് നിനക്ക് സഹായിക്കാൻ സാധിക്കുമോ? ബെല്ലയ്ക്ക് തൻ്റെ സഹോദരിയുടെ വാക്കുകൾ ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല. എങ്കിലും ബെല്ല പറഞ്ഞു, ഞാൻ സഹായിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അതിന് ഞാൻ പറയുന്നതൊക്കെ നീ പ്രവർത്തിക്കേണ്ടി വരും. സിറയ്ക്ക് അതിന് സമ്മതവുമായിരുന്നു. ബെല്ലയ്ക്ക് വലിയ സന്തോഷം തന്നെ തോന്നി. സിറയുടെ ഹിജ്റ ജേണി അവിടെ ആരംഭിക്കുകയാണ്. ഹിജ്റ ജേണി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് തെറ്റ് തിരുത്തിക്കൊണ്ട് മതപരമായ രീതിയിലേക്ക്, മതവിശ്വാസിയായി നല്ല രീതിയിൽ എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിച്ച് മുന്നേറുന്ന ഒരു യാത്രയാണത്. ഹിജ്റ ജേണിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോ ഘട്ടത്തിലും ബെല്ല അവൾക്ക് പറഞ്ഞു കൊടുത്തു. അതിലാദ്യത്തേത് പഴയ കാലം ഒന്നാകെ മറന്നു കളയുവാനും പഴയ കാലത്തിൽ ദുഷിച്ച രീതിയിലേക്ക് കൊണ്ടുപോയ സൗഹൃദങ്ങളെ ഉപേക്ഷിക്കാനുമായിരുന്നു. അത് സിറയെ സംബന്ധിച്ച് അത് നിക്കിയായിരുന്നു. നിക്കിയെ സിറ പാടെ അവഗണിക്കാൻ ആരംഭിച്ചു. രണ്ടാമത്തേതായി ബെല്ല സിറയെ ഉപദേശിക്കുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള മതപഠന ക്ലാസ്സിൽ ചേരുവാനാണ്. മൂന്നാമത്തെ ഉപദേശം വൈകാതെ തന്നെ ബെല്ല കൊടുത്തു. പാപമോചനത്തിൻ്റെ ഹിജ്റ യാത്ര കൂടെ കൂട്ടുവാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തുക എന്നതായിരുന്നു.
അത് ഹിജ്റ യാത്രയിൽ പ്രവേശിച്ചിരുന്ന ഇമ്രാൻ എന്ന തൻ്റെ പഴയ കൂട്ടുകാരിയെ തന്നെ അവിടുന്ന് സിറയ്ക്ക് തൻ്റെ പുതിയ സൗഹൃദവുമായി ലഭിക്കുന്നു. ഇങ്ങനെ ബെല്ലയും ഇമ്രാനും സിറയും കൂടി അവളുടെ ആദ്യത്തെ മതപഠന ക്ലാസ്സിൽ ഇരുന്നു. അവിടെ എത്തിയ മതപണ്ഡിതർ ഉസ്താദ് ആയ വ്യക്തിയുടെ പ്രസംഗം എത്തരത്തിലുള്ള സ്ത്രീകളാണ് നരകത്തിലേക്ക് എത്തുക എന്നതിനെ പറ്റിയായിരുന്നു. മൊത്തത്തിൽ വളരെയധികം നെഗറ്റിവിറ്റി തോന്നുന്ന ഒരു മതപ്രഭാഷണം സിറയ്ക്ക് അത് വലിയ അസ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം സ്പോർട്സ് സെന്ററിൽ പോയി കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ താൻ ഇനി മതപഠന ക്ലാസ്സുകളിലേക്ക് ഇല്ല എന്ന് സിറ ബെല്ലയോടും മറ്റുള്ളവരോടുമായി പറഞ്ഞു. പക്ഷെ ബെല്ല അവൾക്ക് കൂടുതൽ ബിഗിനേഴ്സിനുള്ള തരത്തിലുള്ള ക്ലാസ്സുകൾ സജസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് സിറ പുതിയ മതപഠന ക്ലാസ്സിലേക്ക് എത്തിപ്പെടുന്നത്. ഏറെ ചെറുപ്പക്കാരനായ ഒരു ഉസ്താദായ അമർ എന്ന വ്യക്തിയായിരുന്നു ആ മതപഠന ക്ലാസ് ലീഡ് ചെയ്തിരുന്നത്. മരണപ്പെട്ടുപോയ വളരെ വലിയ പണ്ഡിതനായ ആരിഫിൽ നിൽഹാമിന്റെ മകനാണ് അമർ. അതുകൊണ്ട് തന്നെ ഏവരും ബഹുമാനിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. പേടിപ്പെടുത്തുന്ന കാര്യങ്ങളല്ലാതെ എങ്ങനെ നല്ലൊരു വ്യക്തിയാകാം, എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നതിനെ പറ്റിയൊക്കെ വളരെ രസകരമായ രീതിയിൽ അദ്ദേഹം അന്ന് ക്ലാസ് എടുത്തു. സിറയ്ക്കും ബെല്ലയ്ക്കുമെല്ലാം അന്നത്തെ ക്ലാസ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞു മടങ്ങുമ്പോൾ അമർ തൻ്റെ കൂട്ടുകാരൻ ആബൂൻ എന്ന വ്യക്തിയെ കണ്ടു. അപ്പോഴാണ് സിറ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ആബൂനും സിറയും പഴയ സുഹൃത്തുക്കളായിരുന്നു. സിറയെ കണ്ടതും ആബൂൻ സിറയെ അടുത്തേക്ക് വിളിച്ചു. ഹിജ്റയുടെ പാതയിലായ സിറയെ അവൻ അഭിസംബോധന ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന അമറും സിറയോട് ഇസ്ലാമിക അഭിസംബോധന നടത്തി. അന്നായിരുന്നു സിറ ആദ്യമായി അമറിനെ കാണുന്നതും സംസാരിക്കുന്നതും. പക്ഷേ അമറിന് സിറയെ മുൻപ് പരിചയമുണ്ട്. അമർ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിരുന്നു. ഉസ്താദായ അമർ അത് പറഞ്ഞപ്പോൾ സിറയ്ക്ക് തെല്ലും കൗതുകം തോന്നി. കൂട്ടത്തിൽ സിറ തന്നെ ഫോളോ ബാക്ക് ചെയ്തിട്ടില്ല എന്നുകൂടി അമർ പറഞ്ഞു. അന്ന് വീട്ടിലെത്തിയ സിറ അല്പം ആലോചനയ്ക്ക് ശേഷം അമറിനെ ഫോളോ ബാക്ക് ചെയ്യുകയാണ്. അന്നു മുതൽ ഏറെ ബഹുമാനപരമായ രീതിയിൽ അവരിരുവരും പരസ്പരം ചാറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അമറിന്റെ ക്ലാസ്സുകളിലൂടെ സിറ മതത്തെ കൂടുതൽ പരിചയപ്പെടാൻ തുടങ്ങി. സിറയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ ആരംഭിച്ചു. കുക്ക് ചെയ്യാതെയൊക്കെ നടന്നിരുന്ന സിറ വീട്ടിൽ കുക്ക് ചെയ്യാൻ ആരംഭിച്ചു. സിറയുടെ ഈ മാറ്റങ്ങളിൽ വീട്ടിലുള്ള ഏവരും വളരെയധികം സന്തോഷിച്ചിരുന്നു. വീട്ടിലേവരും പുറത്തു പോയിരുന്ന ഒരു ദിവസം വീട്ടിലേക്ക് ഒരു അതിഥി എത്തി. സിറ ഡോർ തുറന്നു നോക്കിയപ്പോൾ പഴയ കൂട്ടുകാരി നിക്കിയായിരുന്നു. അത് ഹിജ്റ സിറ യാത്രയിൽ പ്രവേശിച്ചതിൽ പിന്നെ സിറ നിക്കിയോട് അകലം പാലിച്ചിരുന്നല്ലോ. അതുകൊണ്ട് സിറയെ അന്വേഷിച്ച് എത്തിയതായിരുന്നു നിക്കി. സിറയുടെ രൂപവും അവളുടെ മതപഠന ക്ലാസ്സുകളും മനസ്സിലാക്കിയ നിക്കി അവളോട് ദേഷ്യപ്പെട്ടു. അവൾ ധരിച്ചിരിക്കുന്ന ഹിജാബ് വലിച്ചു മാറ്റുവാനും ഇതൊക്കെ ചെയ്താൽ നീ സ്വർഗത്തിൽ പോകുമെന്നാണോ കരുതുന്നേ? ഞാനും നീയും എന്തായാലും നരകത്തിൽ എന്നൊക്കെ അവളോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് അസ്വസ്ഥയായ സിറ അവളെ തള്ളിമാറ്റി വാതിലടയ്ക്കുകയാണ്. പുറത്തുനിന്ന് നിക്കി നരകത്തിൽ പോകുമെന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞു. ഇതെല്ലാം കേട്ട് സിറ അകത്തു നിന്ന് കരയുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസത്തെ മതപഠന ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആബനും അമറും സിറയെ കാത്തു നിന്നിരുന്നു. ഏറെ മര്യാദയുള്ള രീതിയിൽ അമർ അന്ന് സിറയോട് സിറയുടെ ഉമ്മയുടെ നമ്പർ കൊടുക്കാമോ എന്ന് ചോദിച്ചു. എന്തിനാണെന്ന് സിറ ചോദിച്ചപ്പോൾ പരിചയപ്പെട്ടിരിക്കാനാണെന്ന് മറുപടി പറഞ്ഞു അമർ. സിറയും അമറിന് നമ്പർ കൊടുത്തു. അന്ന് വൈകിട്ട് കുടുംബം ഒന്ന് ഒത്തുചേർന്നിരുന്നു. അങ്ങോട്ടേക്ക് സിറയെ അവർ വിളിച്ചു വരുത്തി ഉമ്മ സിറയോട് സംസാരിച്ചു. എന്നെ അമർ വിളിച്ചിരുന്നു. എന്നോട് അവൻ ഒരു കാര്യം പറഞ്ഞു. ഒരു താറൂഫിലൂടെ നിന്നെ കൂടുതൽ അറിയണമെന്നായിരുന്നു അത്. കേട്ടതും സിറയുടെ കണ്ണുകൾ വല്ലാതെ വിടരുന്നുണ്ട്. താറൂഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക രീതിയിൽ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെയോ പുരുഷനെയോ പരസ്പരം മനസ്സിലാക്കുന്നതിനെയാണ്. ഡേറ്റിങ്ങിന്റെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലുള്ള ഏവർക്കും അതിൽ സന്തോഷമായിരുന്നു. ഉമ്മ സിറയോട് ഞാൻ തീരുമാനം നിനക്ക് വിടുകയാണ്, ആലോചിച്ച് നീ തന്നെ മറുപടി പറ എന്ന് പറഞ്ഞ് സിറ അന്ന് രാത്രി മുഴുവനും ആലോചിച്ചു. അടുത്ത ദിവസം തന്റെ സമ്മതം അറിയിച്ചു. അധികം വൈകാതെ പെണ്ണുകാണൽ ചടങ്ങുകൾ നടക്കുകയാണ്. അമറിന്റെ കുടുംബവും മറ്റ് സിറയുടെ വീട്ടിലേക്ക് എത്തി. സിറയുടെ കുടുംബം ഏറെ സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്തു.
അമറിന്റെ ഉമ്മയെ വീടിനകത്തേക്ക് ക്ഷണിക്കാൻ സിറ കാത്തു നിന്നിരുന്നു. ഉമ്മയുടെ കൈ പിടിച്ച് സിറ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നേരം സിറയുടെ കയ്യിലെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴുള്ള മുറിപ്പാട് അമറിന്റെ ഉമ്മ നോക്കി കാണുന്നുണ്ട്. പെട്ടെന്ന് അമറിന്റെ ഉമ്മയുടെ മുഖം ഒന്ന് മാറി. അത് കണ്ട സിറയും പെട്ടെന്ന് വല്ലാതാവുന്നുണ്ട്. തന്റെ കൈ വിടിയിച്ച് മുറിപ്പാട് മറയ്ക്കാൻ സിറ ശ്രമിച്ചു. പക്ഷേ അമറിന്റെ ഉമ്മ സിറയെ ആശ്വസിപ്പിച്ചു. എന്റെ മകളായി വരാൻ നിനക്ക് സമ്മതമല്ലേ എന്ന് അവളോട് ആ നിമിഷം തന്നെ അവർ ചോദിച്ചു. സിറയുടെ കണ്ണുകൾ താനെ നിറഞ്ഞു പോയിരുന്നു. അന്ന് സിറയും അമറും മാറി നിന്ന് സംസാരിക്കുമ്പോൾ എന്നെപ്പറ്റി അധികമൊന്നും അറിയാതെ ഒരുക്കമാണോ എന്നെപ്പറ്റി അറിയണ്ടേ എന്ന് സിറ ചോദിച്ചു. നിക്കാഹിന് ശേഷം കൂടുതൽ പരസ്പരം അടുത്തറിയാൻ സാധിക്കുമല്ലോ എന്നായിരുന്നു അമറിന്റെ മറുപടി. അധികം വൈകാതെ തന്നെ അതിഗംഭീരമായ രീതിയിൽ സിറയുടെയും അമറിന്റെയും വിവാഹ ചടങ്ങുകൾ നടന്നു. ഏവരും അത്രമേൽ ആഘോഷിച്ച ദിവസങ്ങളായിരുന്നു അത്. വിവാഹത്തിന് ശേഷം ഓഡിറ്റോറിയത്തിലെ റൂമിൽ വിശ്രമിച്ച സിറ അന്ന് നടക്കാൻ പറ്റാതെ കാല് വേദന എടുത്തപ്പോൾ തന്റെ വീട്ടിലേക്ക് സിറയെ ചുമന്ന് കൊണ്ടുപോയതുപോലും അമർ ആയിരുന്നു. വീട്ടിലെത്തി സിറയെ ബെഡിലേക്ക് കിടത്തുമ്പോൾ സിറയുടെ വസ്ത്രത്തിൽ ചവിട്ടി അമർ സിറയുടെ ദേഹത്തേക്ക് പതിച്ചു. ഒരു ചുംബനത്തിനെന്ന വണ്ണം അമർ സിറയുടെ അടുത്തേക്ക് വന്നതും പഴയ ട്രോമകളൊക്കെ കാരണം ഒരു പാനിക് അറ്റാക്ക് പോലെ വന്നു. ശ്വാസം മുട്ടാനും മറ്റും ആരംഭിച്ചു. സിറയുടെ ദേഹത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു മാറി അമർ സിറയെ പിടിച്ചിരുത്തി അവളെ സമാധാനിപ്പിച്ചു. അവളോട് വിഷമിക്കേണ്ട എന്നും പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. ആദ്യ രാത്രിയല്ലേ. സിറ വെറീഡായപ്പോൾ അടുത്ത രാത്രി വരുമെന്നും അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത രാത്രികൾ വരുമെന്നും ആയിരുന്നു അമറിന്റെ മറുപടി. അടുത്ത ദിവസം പുലർച്ചെ പ്രഭാത നമസ്കാരത്തിന് അമർ എഴുന്നേറ്റിരുന്നു. അമർ സിറയെ വിളിച്ചെങ്കിലും തനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് സിറ എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല. സിറയെ അമർ നിർബന്ധിച്ചില്ല. അമർ തന്റെ നമസ്കാരം നിർവഹിച്ചു. ശേഷമുള്ള പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട ദൈവമേ, സിറയ്ക്ക് നീ എന്നെ ഒരു നല്ലൊരു ഭർത്താവാക്കി കൊടുക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സിറ കേട്ടിരുന്നു. സിറയുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവരുടെ വിവാഹ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു അത്. അടുത്ത ദിവസം മുതൽ അമറിനൊപ്പം തന്നെ സിറ ഉണ്ടായിരുന്നു. അമറിന്റെ കൂടെ മതപ്രഭാഷണ ക്ലാസുകളിൽ പങ്കെടുത്തു. ബിസിനസ് ഇടങ്ങൾ സന്ദർശിച്ചു. അവരൊന്നിച്ച് രുചികരമായ ഭക്ഷണം പാകം ചെയ്തു. ഒന്നിച്ച് പ്രാർത്ഥനകൾ മുഴുകി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവർ ഷോപ്പിങ്ങിനായി ഒരു കടയിൽ പോയിരുന്നു. അവിടെ ഒരിടത്ത് എത്തിയപ്പോൾ അമർ മൂക്കുപൊത്തി. ദുരയാൻ എന്ന പഴത്തിന്റെ ദുഷിച്ച ഗന്ധമായിരുന്നു അവിടെ നിറഞ്ഞിരുന്നത്. അമറിന് ആ പഴം തീരെ ഇഷ്ടമല്ല. വളരെ രുചികരമാണ്, ദുഷിച്ച മണം ഉണ്ടെന്നേയുള്ളൂ എന്ന് സിറാവിന് പറഞ്ഞുകൊടുത്തു. അവരതിനെപ്പറ്റി സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് നിക്കി വന്നു. നിക്കി അവരെ കണ്ടതും കടന്നു വന്നു. സിറയ്ക്ക് മുന്നിലെത്തിയ നിക്കി, തന്റെ കല്യാണത്തിന് പോലും നീ എന്നെ വിളിച്ചില്ലല്ലോ. നീ എന്റെ ഒരു ഉസ്താദിനെ കല്യാണം കഴിച്ചേ? ഉസ്താദിനെ കിട്ടിയാൽ സ്വർഗത്തിൽ നേരിട്ട് ഇടം കിട്ടും എന്ന് വിചാരിച്ചാണോ? അമറിനെ നേരെ തിരിഞ്ഞ് നിക്കി, ഉസ്താദെ, ഒരാളെ കിട്ടുമ്പോൾ അവരുടെ പഴയ കാലമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്തു. സിറ ആകെ വല്ലാതായി പോയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമർ സിറയെയും കൂട്ടി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് പോകുമ്പോൾ സിറ തന്റെ പഴയ കാലത്തെ പറ്റി മുഴുവൻ അമറിനോട് പറയാൻ ആരംഭിച്ചു. എനിക്ക് ഇസ്ലാം മതത്തോട് തന്നെ വെറുപ്പായിരുന്നു. ഞാനൊരു ഇസ്ലാമിക് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ ഒരു കുട്ടി മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ആ കുട്ടി ആ സ്കൂളിൽ ഒരു ഒഫീഷ്യലിന്റെ മകളായിരുന്നു. ആ കുട്ടിയെ ശിക്ഷിക്കപ്പെട്ടില്ല. മാത്രമല്ല, അതിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടത് മുഴുവൻ ഞാനായിരുന്നു. അന്ന് എൻ്റെ കൂടെ നിന്നതും എന്നെ സപ്പോർട്ട് ചെയ്തതും നിക്കി മാത്രമായിരുന്നു. ഒരു ഇസ്ലാമിക് സ്കൂളിൽ വെച്ച് തന്നെ അത് സംഭവിച്ചുകൊണ്ട് ഇസ്ലാമിനെ പൂർണ്ണമായി ഞാൻ വെറുക്കാൻ ആരംഭിച്ചു. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴിയെന്ന നിലയിൽ നിക്കി എന്നെ പലതും പഠിപ്പിച്ചു. കള്ളുകുടിച്ചും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു. പക്ഷെയൊക്കെ വെറും മിഥ്യാധാരണയിലുള്ള രക്ഷപ്പെടൽ മാത്രമായിരുന്നു. ഒടുവിൽ അവൾ ശ്വാസം മുട്ടുവാൻ തുടങ്ങി. അവൾ പറഞ്ഞപ്പോഴേക്കും അമർ കൈപിടിച്ച് അവളെ സമാധാനിപ്പിച്ചു കൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ ഹിജ്റ യാത്രയിലാണ്. ഹിജ്റ യാത്ര എന്ന് പറയുന്നത് തെറ്റിലേക്കുള്ള തിരിഞ്ഞോട്ടമല്ല, പാപമോചനം ചെയ്ത് നന്മയിലേക്കുള്ള യാത്രയാണിത്. നിന്റെ പഴയ കാലത്തോട് നിനക്കൊരു കടപ്പാടുമില്ല. നിന്റെ പഴയ കാലം നീയും ദൈവവും മാത്രം അറിഞ്ഞാൽ മതി. അന്ന് അവൾക്ക് വല്ലാത്തൊരു പാനിക് അറ്റാക്ക് വന്നു. ശ്വാസം എടുക്കാൻ അവൾ ബുദ്ധിമുട്ടി. പക്ഷേ അമർ അവളെ സമാധാനിപ്പിച്ചു. അവളെ പ്രാർത്ഥനകൾ ചൊല്ലിപ്പിച്ചു. അവൾക്ക് ആശ്വാസമായപ്പോൾ അവൾ മയങ്ങിപ്പോയിരുന്നു. അവർ വീട്ടിലെത്തിയപ്പോൾ അമർ അവളെ പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തി. ശേഷം അമർ പോകാൻ തുടങ്ങിയപ്പോൾ സിറ അമറിന്റെ കൈ പിടിച്ച്. അവൾ ഇരുവരും ഒന്നായത് ആ രാത്രിയിലായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾ കൂടി കടന്നുപോയി. സന്തോഷത്തിന്റെ നാളുകൾ. വൈകാതെ സിറ ഗർഭിണിയാണെന്ന് ഏറെ സന്തോഷം നിറഞ്ഞ വാർത്തയും അവരെ തേടിയെത്തി. എന്നിരുന്നാലും ഏവർക്കും സർപ്രൈസ് ആകുവാൻ ആരെയും ആ വിവരം അപ്പോൾ അറിയിക്കേണ്ട എന്ന് അവർ അങ്ങ് തീരുമാനിച്ചു.
2 മാസത്തോളം അത്തരത്തിൽ കടന്നുപോയി. ഒരു ദിവസം തന്റെ ബിസിനസ് ഇടത്തായിരുന്നു അമറിനെ വേഗത്തിൽ വീട്ടിലെത്തുവാൻ പറഞ്ഞ് സിറയുടെ കോൾ വന്നു. സിറയാകെ അവശതയായിരുന്നു. സിറയ്ക്കന്ന് അബോർഷൻ സംഭവിച്ചു. സിറയാകെ മാനസികമായി തകർന്നു പോയിരുന്നു. സിറയുടെ കൈപിടിച്ച് അമർ അപ്പോഴും കൂടി നിന്നു. അബോർഷനായി പോയതിൽ ഒരു ഘട്ടത്തിൽ സിറ അമറിനോട് ക്ഷമ ചോദിച്ചപ്പോൾ, എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? ഇത് നിന്റെ തെറ്റുകൊണ്ടൊന്നും അല്ലല്ലോ. ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായി അറിയുന്നവൻ ദൈവമാണ്. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നല്ല പാരന്റ്സ് ആകുവാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ടാകില്ല. അതിനുള്ള സമയം ദൈവം അനുവദിക്കുകയായിരിക്കണം. കൂടുതൽ മികച്ച പാരന്റ്സ് ആകും എന്ന് ദൈവത്തെ നമ്മൾ ഉറപ്പു കൊടുക്കുമ്പോൾ അവൻ നമുക്ക് കുട്ടികളെ തരും എന്ന് പറഞ്ഞ് അവൻ സിറയെ ചേർത്ത് പിടിച്ചു. അന്നവർ രണ്ടുപേരും കരഞ്ഞിരുന്നെങ്കിൽ അമറിന്റെ ചേർത്ത് പിടിക്കൽ സിറയ്ക്ക് അത്രമേൽ ആശ്വാസകരമായിരുന്നു. നാളുകൾ വീണ്ടും കടന്നു പോയിക്കൊണ്ടിരുന്നു. കുട്ടികളില്ലാത്ത ദുഃഖം പതിയെ പതിയാണെങ്കിലും സിറയുടെ ഉള്ളിലേക്ക് വീണ്ടും എത്താൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും അമർ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പ്രാർത്ഥനാ യോഗങ്ങളിൽ ക്ഷമയെപ്പറ്റുള്ള സംസാരങ്ങളിൽ സിറ ആകൃഷ്ടയായി. ക്ഷമിക്കുന്നവർക്ക്, പരീക്ഷണങ്ങളിൽ ക്ഷമ കാണിക്കുന്നവർക്ക് ദൈവം വലിയ പ്രതിഫലം നൽകുമെന്ന വാക്കുകൾ സിറയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഒക്കെയും അറിയുന്ന ദൈവത്തിനെ കൃത്യസമയത്ത് ക്ഷമിക്കുന്നവർക്ക് കൃത്യതയാർന്ന് നൽകുവാൻ സാധിക്കും എന്ന മതപഠന ക്ലാസുകളിൽ നിന്ന് സിറ തിരിച്ചറിഞ്ഞു. വൈകാതെ ഒരു ദിവസം സിറയും അമറും കൂടി ഒരു മതചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. അവിടെ വെച്ച് സിറയ്ക്ക് പുതിയ കുറച്ച് കൂട്ടുകാരികളെ കിട്ടി. എന്തെന്നില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും അന്ന് സിറയ്ക്ക് അനുഭവപ്പെട്ടു. സിറയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. ഹിജ്റ യാത്ര സിറയെ കൂടുതൽ മുന്നോട്ട് നയിച്ചു. പ്രഭാത നമസ്കാരത്തിന് എഴുന്നേൽക്കാതിരുന്ന സിറ അമറിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കൂടി നമസ്കരിക്കാൻ ആരംഭിച്ചു. അവരിരുവരും ഒന്നിച്ച് നമസ്കരിക്കുകയും അമറിന്റെ മുന്നിൽ വെച്ച് സിറ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവമേ, അമറിന് നല്ലൊരു ഭാര്യയാക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. അത് കേട്ട അമറിന്റെ കണ്ണുകൾ നിറയുകയും പോലും ചെയ്തിരുന്നു. അവരുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷം തിരികെ വന്നു. അവർ ഇരുവരും ഒന്നിച്ച് ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആഘോഷിക്കാൻ തുടങ്ങി. വിവാഹം കഴിഞ്ഞ് 90 ദിവസങ്ങളോളം പിന്നിടുന്നു. ഒരിക്കൽ അവർ ഒന്നിച്ച് ഒരു സിനിമ കാണാൻ പോയി. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ പുറത്തൊരാൾ കൂട്ട ബഹളവും അവർ കേട്ടു. അവർ ഓടിയെത്തി നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ നോക്കുകയായിരുന്നു. അത് നിക്കിയായിരുന്നു. സിറ ഓടിച്ചെന്ന് നിക്കിയെ തടയാൻ ശ്രമിച്ചു. ആദ്യമൊന്നും സിറയുടെ വാക്കുകൾ കേൾക്കാനൊന്നും നിക്കി തയ്യാറായിരുന്നില്ല. സിറയും അമറും പരമാവധി ശ്രമിച്ചപ്പോൾ നിക്കി അതിന് കീഴ്പ്പെട്ടു. മറ്റൊരാളുടെ കുഞ്ഞിനെ നിക്കി വയറ്റിൽ ചുമന്നിരുന്നു. അവൻ അവളെ കൈയൊഴിഞ്ഞു. ആ ദുഃഖത്തിലായിരുന്നു നിക്കി ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞത്. സിറ തന്റെ സുഹൃത്തിനെ സമാധാനിപ്പിച്ചു. അവൾക്ക് മുൻപോട്ടുള്ള ജീവിതത്തിലെ പ്രത്യാശകൾ പകർന്നു നൽകി. വിവാഹത്തിന് 100-ാം ദിവസം എത്തി. കേക്ക് മുറിച്ച് അവർ ആ സന്തോഷം ആഘോഷിച്ചിരുന്നു. അന്നത്തെ ദിവസം സിറയ്ക്കൊരു സമ്മാനമുണ്ടെന്ന് അമർ പറഞ്ഞു. സിറയെയും കൂട്ടി അവർ ഒരിടത്ത് പോയി. പുതുതായി അമർ അവർക്കായി പണിയുന്ന വീട്ടിലേക്കായിരുന്നു അത്. ആ വീട് കണ്ട് സിറയ്ക്ക് ഏറെ സന്തോഷം തോന്നി. വാടക വീട്ടിൽ നിന്ന് സ്വന്തമായൊരു വീട്. അന്ന് അവിടുത്തെ ബെഡ്റൂമിൽ നിന്ന് ബെഡ്റൂം എങ്ങനെ വേണമെന്നതിനെ പറ്റി രസകരമായി അവർ സംസാരിച്ചു നിൽക്കെ അമർ വല്ലാതെ ചുമച്ചു. പിന്നീട് ആ ചുമ കൂടുതൽ മോശാവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. അതോടെ അമറും സിറയും കൂടി ചെന്ന് ഡോക്ടറെ കണ്ടു. അപ്പോഴാണ് അമറിന് ശ്വാസകോശ സംബന്ധമായി ഗുരുതരമായ രോഗമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരുന്നു അത്രമേൽ ചുമ അമറിനെ ബാധിച്ചിരുന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റായി അമർ ചികിത്സ ആരംഭിച്ചു. അമറിനെ ധൈര്യം പകർന്ന് അമറിനെ ശുശ്രൂഷിച്ച് സിറയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് കുറച്ച് സുഖം പ്രാപിച്ച ഘട്ടത്തിൽ സിറയുടെ വീട് സന്ദർശിക്കുവാൻ അമർ തീരുമാനിച്ചു. സിറയുടെ ഉമ്മയ്ക്കും സഹോദരിക്കും മികച്ച ഗിഫ്റ്റുകൾ വാങ്ങി സിറയും അമറും സിറയുടെ വീട്ടിലെത്തി. അടുത്ത ദിവസം അവർ ഒന്നിച്ച് ബീച്ചിൽ പോയി. സിറയെ ചേർത്ത് പിടിച്ച് അമർ കുറേ നേരം കടൽ നോക്കി നിന്നു. അവിടെ വെച്ച് സിറയോട് സംസാരിക്കുമ്പോൾ വയസ്സായാൽ നമുക്ക് അവിടേക്ക് താമസം മാറ്റാമെന്നും സന്തോഷത്തോടെ അവിടെ ജീവിക്കാമെന്നുമൊക്കെ അമർ ഏറെ താല്പര്യത്തോടെ പറഞ്ഞു. കുട്ടികളും പേരക്കുട്ടികളും ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ അമർ അന്ന് വാചാലനായി. അന്നത്തെ ഭക്ഷണത്തിന് ശേഷം ബീച്ചിൽ അവർ ഇരുവരും കുറേയധികം നേരം കളിച്ചു. സിറയെ ഓടിച്ചിട്ട് പിടിക്കുവാൻ അമർ സിറയുടെ പിന്നാലെ ഓടി. പെട്ടെന്നായിരുന്നു അമറിന് വയ്യാതെ ആയത്. അമർ കലശമായി ചുമയ്ക്കുവാൻ ആരംഭിച്ചു. വൈകാതെ അമർ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. അമറിന്റെ കൂടെ തന്നെ സിറ നിന്നിരുന്നു. പ്രതീക്ഷയോടെ അമർ ജീവിതത്തിലേക്ക് തിരികെ വരും, രോഗം ഭേദമാകും എന്ന് സിറ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. അമറിന്റെ രോഗം മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. എന്നിരുന്നാലും ആ അവസ്ഥയിലും സിറയെ അമർ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർച്ചയായി തന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് സിറയ്ക്ക് സുഖമായി ഉറങ്ങാൻ കൂടി
സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അമർ ഒരു ദിവസം സിറയെ ഉറങ്ങുവാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. വിസമ്മതിച്ചു നിന്ന സിറയോട് വീട്ടിൽ ചെന്ന് പെയിന്റിങ്ങിന്റെ വർക്കുകൾ നോക്കുവാനും നമ്മുടെ മുറിയുടെ പെയിന്റിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് അവിടുത്തെ കോൺട്രാക്ടറോട് പറയുവാനും അമർ ഏൽപ്പിച്ചു. സിറ എന്ന വീട്ടിലെത്തി അവിടെ ബെഡിൽ സിറയ്ക്കായി സിറയുടെ ഫേവറേറ്റ് ഫുഡിന്റെ ഒരു ഡോൾ അമർ തയ്യാറാക്കി വെച്ചിരുന്നു. അത് കണ്ട് കൂടെയുള്ള കുറിപ്പ് വായിച്ച് സിറയ്ക്ക് വലിയ സന്തോഷം തോന്നി. അമർ അന്ന് സിറയെ വീഡിയോ കോൾ ചെയ്തു. ഇരുവരും കുറച്ചു നേരം സംസാരിച്ച് സിറയെന്ന് അമർ സമ്മാനിച്ച് ഗിഫ്റ്റും കെട്ടിപ്പിടിച്ച് ഉറങ്ങി. അടുത്ത ദിവസം വീട് പണിയുന്നിടത്ത് നിൽക്കുമ്പോൾ സിറയ്ക്കൊരു കോൾ വന്നു. പാനിക്കായി അമറിന് വല്ലതും പറ്റിയോ എന്ന് ചിന്തിച്ച് സിറ ആശുപത്രിയിലേക്ക് ചെന്നു. പക്ഷേ അമർ അവിടെ സുരക്ഷിതമായിട്ടുണ്ടായിരുന്നു. സിറയെ അമർ വിളിച്ചത് ഒരിക്കൽ അമർ സിറയ്ക്ക് വാക്കുകൊടുത്തിരുന്നു, തനിക്കിഷ്ടമില്ലാത്ത ദുഷിച്ച മണമുള്ള ദൂരിയാൻ എന്ന ഫ്രൂട്ട് കഴിക്കുമെന്ന്. ആ ഫ്രൂട്ട് അമറിന്റെ പക്കൽ ഉണ്ടായിരുന്നു. സിറയും അമറും കൂടി അന്ന് ആ ഫ്രൂട്ട് കഴിച്ചു. സിറയ്ക്ക് കൊടുത്ത വാക്ക് അമർ പാലിച്ചു. ദുഷിച്ച ഗന്ധമാണെങ്കിലും അതിന്റെ രുചി അമറിന്റെ ഏറെ ആഹ്ലാദിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ കിടക്കുന്ന ഓരോ ദിവസവും സിറ അമറിന് കൂടെ തന്നെ നിന്നു. ഏറെ സന്തോഷത്തോടെ ഓരോ ദിവസവും അവർ ചെലവഴിച്ചു. അധികം വൈകാതെ അമറിന്റെ ആരോഗ്യാവസ്ഥ പൂർണ്ണമായി മോശമായി. വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ടു. അമറിന്റെ അവസാന നിമിഷം അടുത്തു തുടങ്ങിയെന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞിരുന്നു. അവസാനമായി ഒരാളെ ICUവിലേക്ക് ഡോക്ടർ വിളിപ്പിച്ചു. അകത്തേക്ക് ഏവരും ചേർന്ന് പറഞ്ഞയച്ചത് സിറയായിരുന്നു. സിറ അമറിന്റെ അടുത്തിരുന്ന് അമറിനോട് സംസാരിച്ചു. സിറയോട് കരയുന്നതിനിടയിൽ ചിരിക്കണമെന്നും ധൈര്യത്തോടെ ഇരിക്കണമെന്നും അമർ പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ഏറെ ദുഃഖത്തിനിടയിൽ സിറ ചിരിക്കുവാൻ ശ്രമിച്ചു. അമറിനെ ആശ്വസിപ്പിക്കുവാൻ സിറ ശ്രമിച്ചു. മരണത്തിനോട് അനുബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ അവനായി പറഞ്ഞുകൊടുത്തു. പ്രാർത്ഥനകളോടെ അമർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവന്റെ വിയോഗത്തിൽ സിറ പൊട്ടി കരഞ്ഞു. അവരുടെ വിവാഹം കഴിഞ്ഞ് 172-ാം ദിവസമായിരുന്നു അന്ന്. അമറിന്റെ ഫ്യൂണൽ ചടങ്ങുകൾ നടന്നു. സിറയെ ആശ്വസിപ്പിക്കാൻ ഏവരും ശ്രമിച്ചിരുന്നു. അമറിന്റെ വാക്കുകളിലും അമറിന്റെ ഓർമ്മകളുമായിരുന്നു സിറയെ മുന്നോട്ട് ജീവിപ്പിച്ചത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആ 172 ദിവസത്തെപ്പറ്റി സിറ ഒരു നോവൽ എഴുതി. അതിന്റെ വരികളിൽ അമറിനോടുള്ള തന്റെ പ്രണയത്തെപ്പറ്റി കുറിച്ചിരുന്നു. തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച അമറിനോടുള്ള നന്ദി സിറ അറിയിച്ചിരുന്നു. 22-ാം വയസ്സിൽ മരണപ്പെട്ടു പോയ അമർ മനോഹരമായ സ്വർഗത്തിൽ കഴിയുന്നുണ്ടാവും എന്ന പ്രതീക്ഷയോടെ സിറ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ സംഭവ കഥയെ ആസ്പദമാക്കി ചിത്രീകരിക്കപ്പെട്ട മനോഹരമായ ഈ ഇന്തോനേഷ്യൻ ചലച്ചിത്രം ആ ദൃശ്യത്തോടെ അവസാനിക്കുകയാണ്.